പ്രഷർ പ്രൊഡ്യൂസസ് എൻലാർജ്മെൻറ്റ്. കഷ്ടതയുടെ ചൂളയിലാണ് എൻ്റെ പെർഫോമൻസ് എൻ്റെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. സങ്കീർത്തനം 4 1-ാം വാക്യം, Psalm chapter 4 verse 1. ആ വാക്യം ഇങ്ങനെയാണ്, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദ് എന്താ പ്രാർത്ഥിക്കുന്നത്? വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. 2, കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തരമരുളണമേ, പ്രാർത്ഥന കേൾക്കണമേ. ഇതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. Thou hast enlarged me when I was under pressure. അതാണ് ഇംഗ്ലീഷിലൊരു തർജ്ജമ. ഇത് പലപ്പോഴും നമ്മളിങ്ങനെ വായിച്ചു വിട്ടിട്ടുള്ളൊരു സങ്കീർത്തനമായിരിക്കും. എന്തായിരിക്കും അതിൻ്റെ ഒരു അർത്ഥം? പ്രത്യേകിച്ച് ദാവീദ് തൻ്റെ ജീവിതത്തിൽ വലിയ ഫെയിലിയേഴ്സ്, വലിയ പരാജയങ്ങൾ, പാപം ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാപമൊക്കെ നമുക്ക് എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ ഈ ഓരോ പാപത്തെയും ദൈവം കുറിച്ചു വെച്ച് തൻ്റെ മേൽ ന്യായവിധി അയച്ചിട്ടുമുണ്ട്. അത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നു, അല്ലേ? ദാവീദ് ചെയ്ത കുറ്റങ്ങൾ അത് ലഘുവായിട്ട് എടുത്തിട്ടില്ല, അത് വളരെ ഗൗരവമായെടുത്ത് ശിക്ഷിക്കുക തന്നെ ചെയ്തു ദൈവം. അത് മോശയായാലും ശരി, മോശ എന്താ ചെയ്തത്? ഒന്ന് കോപിച്ചു. നമ്മളൊക്കെ എത്രമാത്രം കോപിക്കുന്നു. മോശയെ ഒന്ന് കോപിച്ചു. ഒരിക്കലും എന്ത് ചെയ്തു? കൈ ഇരുന്നെടുത്ത് ഒറ്റ കയറി അങ്ങ് പൊട്ടിച്ചു. നമ്മളും ഗ്ലാസും പ്ലേറ്റും ഒക്കെ പൊട്ടിച്ച് കാണും, അല്ലേ? അങ്ങനെ പൊട്ടിക്കാത്ത വിശുദ്ധന്മാർക്കായിട്ട് സ്തോത്രം. പക്ഷേ ഇദ്ദേഹം, ഈ ദൈവമനുഷ്യൻ ദേഷ്യം കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചു. പക്ഷേ ദൈവത്തിന് ന്യായവിധി തൻ്റെ മേൽ വന്നു. ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ്. പക്ഷേ ആ സൗമ്യനായ മനുഷ്യൻ ആ വാഗ്ദത്തദേശം കണ്ടില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നീ അന്ന് ആ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ക്യാരക്ടറിനെ മിസ്റെപ്രസെൻ്റ് ചെയ്തു. എങ്ങനെ? നിന്നോട് ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നീ പോയി നിന്നെ ദേഷ്യം കൊണ്ട് ഒരടി. ആ കോപത്തിൽ ചെയ്ത ആ ഒറ്റ പ്രവൃത്തിക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. ശരിയാണോ? അപ്പം മോശ എന്ത് ചെയ്തു? ദൈവം ശിക്ഷിച്ചു, ദാവീദിനെ ശിക്ഷിച്ചു. വീട് വിട്ടിറങ്ങി ഓടേണ്ടി വന്നു. ആദ്യം തൻ്റെ മകൻ കാരണം ഓടേണ്ടി വന്നു. അതൊരു കഷ്ടം. ഒരു മകൻ കാരണം ഒരു അപ്പൻ ഓടുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അത് ഓടി ഓടി എങ്ങോട്ടാണ് ഓടുന്നത്? എന്നൊക്കെയാണെങ്കിൽ ഒളിച്ച് വല്ല അന്യരാജ്യത്തൊക്കെ പോകും. പക്ഷെ അന്ന് ഓടിയത് എവിടാ? ഓടി ഓടി ഗുഹയിലും മലയിലും ഒക്കെ കയറി ഒളിച്ചിരിക്കുക. ആ ഗുഹയിലും മലയിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ വായിച്ച ആ സങ്കീർത്തന ഭാവം എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. പക്ഷേ ദൈവകൃപയാൽ അടുത്ത വാക്യത്തിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അതായിരുന്നു ദാവീദ്. അപ്പം താൻ ഈ പറഞ്ഞ പോലെ പിന്നെ രാജാവിനെ പേടിച്ച്, തൻ്റെ അമ്മായിപ്പൻ തന്നെ അദ്ദേഹത്തെ പേടിച്ചുള്ള ഓട്ടം, എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞ് മണ്ണും പൂഴിയൊക്കെ വാരിയിട്ട് തന്നെ ശപിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ ദാവീദ് കടന്നുപോയി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവസാനം ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തു പറഞ്ഞിട്ടാണെന്നറിയാമോ? അവനെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാവണമായിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിനൊരു വിശാലത വരണം. പക്ഷേ ആ വിശാലത എപ്പോഴാണ് വന്നതെന്നറിയാമോ? ഞെരുക്കിയപ്പോഴാണ് വിശാലത വന്നത്. ഞാനെന്ന് പറയാൻ പോകുന്ന പോയിൻ്റ് ഇതാണ്: പ്രഷർ പ്രൊഡ്യൂസസ് എൻലാർജ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സമ്മർദ്ദങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അപമാനങ്ങൾ, നിന്ദകൾ, ദുഷി, പഴി, അല്ലേ? ഇതെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കയ്പുള്ള മനുഷ്യരായിട്ട് മാറുകയല്ല. നമ്മൾ മാറേണ്ടത് നമ്മുടെ ഹൃദയത്തെ ദൈവം അങ്ങ് തൊട്ടിട്ട് എന്തായി? ഹൃദയം അങ്ങ് വളരെ വിശാലമായി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും. ഒരു ചെറിയ തെറ്റ് അത് ന്യായമെന്ന് തോന്നിയെങ്കിലും ചുറ്റുമുള്ളവർ നിന്ന് അത് പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും തൻ്റെ ഉള്ളം പിന്നീട് കുത്തിയിട്ട് അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത്, വൈ ഓൺ എർത്ത് ഡിഡ് ഐ ഡു ദാറ്റ് എന്ന് പറഞ്ഞ് അനുദപിക്കുന്ന ഒരു ദാവീദിനെയാണ് കണ്ടത്. ആ അവസ്ഥയിലേക്കൊക്കെ പോകാൻ കാര്യം തൻ്റെ ജീവിതത്തിലുണ്ടായ സമ്മർദ്ദങ്ങളാണ്.
ഇന്നെൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒന്ന് ഓർത്തു കൊള്ളുക, ആ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ വി ക്യാൻ ബിക്കം ബിറ്റർ ഓർ ബെറ്റർ. രണ്ടും ഒരുപോലെ ഇരിക്കുന്ന വാക്ക്. അതിനിടയ്ക്ക് ഒരു ആൽഫബറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വ്യത്യാസമാണ്. എനിക്ക് എന്നും കൈപ്പോടെ ഇരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആവാം. ദാവീദ് ബെറ്ററായി. എങ്ങനെ? താൻ ഈ പറഞ്ഞ പോലെ വലിയ ഞെരുക്കത്തിലിരുത്തിയ ദൈവം തനിക്ക് വിശാലത വരുത്തി. പക്ഷേ ഒടുവിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം കേട്ടു. എന്താണ്? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു, കർത്താവേ എന്നെക്കുറിച്ചും അവസാനം നീ അങ്ങനൊന്ന് പറയുമോ അപ്പാ, അല്ലേ? അതിനുവേണ്ടി നീ എന്നെ കടത്തിവിടുന്ന എല്ലാ പാതകൾക്കായിട്ടും നന്ദി എന്നല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല. ഇനി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില ട്രയൽസ്, ചില പരീക്ഷകൾ, ചില കഷ്ടങ്ങൾ, അത് എന്തിനാണ്? പരീക്ഷകൾ നമ്മെ താഴ്ത്തുവാനും നമ്മെ തെളിയിക്കുവാനുമാണ്. അതായത് നമ്മൾ ദൈവത്തെ എന്തുകൊണ്ട് സേവിക്കുന്നു? വൈ ഡു ഐ സെർവ് ഹിം? ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നു? എനിക്ക് ദൈവം തന്ന ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? കാര്യം യേശുവിൻ്റെ കാലത്ത് ഈ അപ്പം തിന്നുവാൻ വേണ്ടി മാത്രം കുറേ പേര് കൂടെ കൂടി. അത് യേശു തന്നെ ഒരിക്കൽ പറഞ്ഞു, എനിക്കറിയാം നീക്ക് എന്തിനാ എൻ്റെ പുറകെ വരുന്നത്, തിന്നാനല്ലേ എന്ന് യേശു ഒരിക്കൽ ചോദിച്ചു, അല്ലേ? പക്ഷേ അങ്ങനല്ല. മോശ ഈ തൻ്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 14 മുതൽ 16 വരെ. ഡ്യൂട്രോണമി ചാപ്റ്റർ 8 വേഴ്സ് 14 to 16. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 14 മുതൽ 16 വരെ. അവിടെ മോശ പറയുക, നിൻ്റെ ഹൃദയം നിഗളിപ്പാതിരിക്കാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും, ഇത്രയൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. കണ്ടോ എന്തിനാ ദൈവം ഇതൊക്കെ ഈ ഇസ്രായേൽ ജനത്തോട് ചെയ്തത്? അവരെ ഒന്ന് താഴ്ത്തി. എന്തിനാ താഴ്ത്തിയത്? അവരെ ഒന്ന് പരീക്ഷിക്കാനാ. എന്തിനാ പരീക്ഷിക്കുന്നത്? പിൽക്കാലത്ത് നന്മ ചെയ്യാനാ. നമ്മളെപ്പോഴും ഈ താഴ്ച കണ്ട് അതീ സങ്കടപ്പെട്ട് ദൈവത്തോട് പിണങ്ങിയിരിക്കുക. ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളെ ദൈവം കടത്തിവിടുന്ന പരീക്ഷകൾ നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ പിന്നെയും നമ്മളിങ്ങനെ റിബല്യസ് ആയിട്ടിരിക്കുക. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഒരു സമയത്തേക്ക് താഴ്ത്തും, അത് ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കുക, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? നിനക്ക് നന്മ ചെയ്യും. എത്ര പേര് അതിനൊരാമയും പറയും? നമ്മുടെ ജീവിതത്തിൽ ചില താഴ്ചകളുണ്ടാവും, ചില പരീക്ഷകളുണ്ടാവും. പക്ഷെ അത് ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ താഴ്ത്തി പരീക്ഷിച്ച് പിന്നീട് നന്മ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. എന്തിനാണെന്നറിയാമോ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളല്ലേ പാർട്ടികൾ. നമ്മൾ ആരോട് പറയത്തില്ല അവൻ ആരാ മോൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൈവത്തിന് നല്ലോണം അറിയാം. അതിൻ്റെ അടുത്ത വാക്യം 17-ാം വാക്യം, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നീ ഹൃദയത്തിൽ പോലും പറയാതിരിക്കാൻ സൂക്ഷിച്ചോളണം. ഇതാണ് പ്രശ്നം. നമ്മൾ എന്തിനാ താഴ്ത്തുന്നത്? എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത്? എന്തിനാ കഷ്ടതയിലും പ്രയാസത്തിലൂടെയും കടത്തിവിടുന്നത്? ഒരിക്കലും നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടി അല്ലേ, കൃപയാൽ എന്ന് പാടിയതിൻ്റെ അർത്ഥം അതാണ്. അതായത് ഞാനൊന്നും ചെയ്തിട്ടല്ലപ്പാ, എൻ്റെ കൈയല്ല ഇത് ചെയ്തത്, അല്ലേ, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ദൈവമേ നിൻ്റെ കൃപയാണ് ഞാനെന്നായിരിക്കുന്നത്, നിൻ്റെ കൃപ. നമ്മളൊരു ശുശ്രൂഷയിലാണെങ്കിൽ ദൈവമേ നിൻ്റെ കൃപ, നീ തന്ന ശുശ്രൂഷയാണപ്പാ. സഭയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നെങ്കിൽ ദൈവമേ നിൻ്റെ കൃപയാണപ്പാ. അല്ലാതെ നമുക്കൊന്നും പ്രശംസിക്കുവാനോ പുകഴുവാനോ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. പലപ്പോഴും when God gives enlargement, pride often comes. And we think that it is because of our cleverness or gifts that we are enjoying such blessings. നമുക്ക് അറിയാം, മനുഷ്യരല്ലേ, നമ്മളങ്ങ് നിഗളിച്ചു പോവും. എൻ്റെ കൈയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്നൊരു ചിന്ത നമുക്കൊക്കെ വരും. പക്ഷേ ഇത് വരുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ദൈവം ചിലപ്പോഴെങ്കിലും ചില താഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുവദിക്കും, അല്ലേ? ദൈവം ചില പരിഹാസങ്ങളിൽ നിന്നുകളിലൂടെയൊക്കെ ദൈവം, ചില അപമാനങ്ങളിലൂടെ ദൈവം കടത്തിവിടും. നമുക്കറിയാം യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. യോബ് ദൈവസന്നിധിയിൽ മാത്രമല്ല ദൈവം കൊടുത്ത സാക്ഷ്യം തന്നെ ഉണ്ട്. ഇത്രയും ഈ പറഞ്ഞ പോലെ ഒരു ഭക്തൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, അല്ലേ, ഇങ്ങനെയുള്ളവൻ വേറെ ഇല്ലാന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയവനാണ്. പക്ഷേ യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പം അവിടെ ദൈവോത്തന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരും ചെന്നു? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ദൈവോത്തന്മാർ, ദൂതന്മാർ നിൽക്കുന്ന സ്വർഗത്തിൽ ഒരാളും കൂടെ ചെന്ന് നിന്നു. ആരാണ്? സാത്താൻ. പുള്ളിക്ക് അവിടെ ഇതൊക്കെ പറഞ്ഞാൽ ആക്സസ് ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന്
അവിടെ ഇവനെ കണ്ട ഉടൻ ദൈവം, ഇവനെന്തിനാ ഇവിടെ കയറിയെന്ന് ഉടൻ വേറെ ഒന്നും ചോദിക്കാനല്ല, നേരെ ചോദിക്കുക സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചേനെ സാത്താൻ യഹോവയോട്. ഈ ദൈവത്തോട് മാത്രമേ ഉള്ളൂ പുള്ളി സത്യം പറയുന്നതെന്ന് ഓർത്തോണം. എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പുള്ളിയുടെ ജോലി ഇതാണ്, ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അടുത്ത ചോദ്യം, എൻ്റെ ദാസനായ യോബന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? കണ്ടോ, ഈ ഭൂമിയിൽ എത്ര മനുഷ്യരെന്നുണ്ട്, പക്ഷേ ദൈവത്തിന് സംശയം ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? ഇവൻ ചെന്ന് എൻ്റെ മോനെ എങ്ങാനും തൊട്ടോ? ചോദിക്കുക, എടാ നീ എൻ്റെ യോബിനെ എങ്ങാനും തൊട്ടോ? എന്നിട്ട് അപ്പോഴാണ് പറയുന്നത്, എന്താ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടാലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഉടൻ ആ പിശാചിൻ്റെ മുഖത്തൊരു പുതിയ ട്രോളം ഭാഷയെ പറഞ്ഞൊരു പുജ്ഞം ലുക്ക്. വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനവൻ്റെ വീട്ടിനു ചുറ്റും സകലത്തിനും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊടുക, അവൻ നിൻ്റെ മോഹത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ, ചുമ്മായിരുന്ന ദൈവത്തെ ഇളക്കി വിട്ടു അല്ലേ? അത് കേട്ടപ്പം ദൈവത്തിനൊരു വാശി, എങ്കിൽ കാണിച്ചു തരാം, എങ്കിൽ തൊട. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ട് വന്ന് തൊട്ടതാണ് യോബിന്, അല്ലാതെ ദൈവം സൃഷ്ടിച്ചതോ ഒന്നുമല്ല. പക്ഷേ ദൈവം അങ്ങനെ അനുവാദം കൊടുക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എവിടെയോ ദൈവത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അവൻ എത്ര ഇവൻ തൊട്ടാലും അവൻ എന്നെ തള്ളി പറയത്തില്ല. പക്ഷെ എൻ്റെ ചോദ്യം, എന്നെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ദൈവത്തിന് ധൈര്യം കാണുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നെക്കുറിച്ച് അങ്ങനെ അനുവാദം കൊടുക്കാൻ ദൈവത്തിന് തോന്നുമോ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ പെട്ടുപോയത്. പക്ഷേ നമുക്കറിയാം, ഇതെല്ലാം കഴിഞ്ഞ് 12-ാം വാക്യം, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. സന്നിധി വിട്ടുപോയി, ആൾ അസൈൻമെൻറ്റ് കൊണ്ട് നേരെ പോയി. പക്ഷേ എന്തു പറയാമെന്നറിയാമോ? അവിടെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, സകലവും നഷ്ടപ്പെട്ട പ്രതികരിച്ചെങ്ങനെയാണെന്നറിയാമോ? അവൻ വസ്ത്രം കീറി തലചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതിൻ്റെ അർത്ഥം 22-ാം വാക്യത്തിൽ, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തെ കുറ്റപ്പെടുത്താതെ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വീണ് ദൈവത്തെ ആരാധിക്കുന്നൊരു യോബ്. സത്യം പറഞ്ഞാൽ സാത്താൻ്റെ ആലോചിക്കുക, അവന് കിട്ടിയ ഒരു അടി. ഇതല്ലേ അവൻ വെല്ലുവിളിച്ചത്. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അവന് കാണാം അവൻ തള്ളിപ്പറയുന്നത്. തള്ളിയാണോ പറഞ്ഞത്? അല്ല. നെടുമ്പാട് വീണ് ദൈവത്തെ ആരാധിച്ചറിയ, ദൈവം തന്നു, ദൈവം എടുത്തു, ഞാനെന്തോ പറയാൻ, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? എന്നിട്ട് നമുക്ക് വീണ്ടും ഉണ്ട് 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, യോബ് 13:15 വീണ്ടും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എന്ത് ചെയ്തു? അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. കണ്ടോ? ആ പിശാച് അപ്പം നിൽക്കുന്ന ആ പിശാചിൻ്റെ മോഹം ഒന്ന് ആരെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? സ്വർഗത്തിൽ ചെന്ന് കയറി വലിയ വീരവാദമൊക്കെ മുഴക്കി അനുവാദമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ചെയ്യാമെന്നൊക്കെ ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ യഹോവ എന്ത് ചെയ്തു? അവനെ ഇരട്ടിയായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. ശ്രദ്ധിച്ചോ? എത്ര മക്കളായിരുന്നു യോബിന്? സൺഡേ സ്കൂൾ പിള്ളേർക്കും എല്ലാം അറിയാമോ? ഇപ്പം എല്ലാം കൂടെ എത്ര ഉണ്ട്? ഇരട്ടി അല്ലേ? നമ്മൾ ചിന്തിക്കും, ഈ ഭാര്യ എന്തിനാ എല്ലാം എടുത്തപ്പോൾ ഭാര്യ എടുത്തില്ല? എന്താണെന്നറിയാമോ? ആവശ്യമുണ്ട് ഭാര്യയെ കൊണ്ട്, അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമേ, ആലോചിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ഇവിടെയാണ് യാക്കോബിൽ അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ജെയിംസ് ചാപ്റ്റർ 5 അതിൻ്റെ 11-ാം വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കാരണം കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഇതൊന്ന് ഓർത്തോണം പ്രിയപ്പെട്ടവനെ. യോബിനെ ഓർക്കാൻ അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് 2000 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ആ വാക്യം വായിക്കുന്നു. അതിൻ്റെ അർത്ഥം അന്ന് യോബ് ആ കഷ്ടത്തിൽ കാണിച്ച സഹിഷ്ണുത, അതാണ് നമുക്ക് മാതൃക, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. യോബിൻ്റെ കഷ്ടം, നമുക്കൊരു കഷ്ടം വരുമ്പോൾ ആ കഷ്ടമാണ് ഹൈലൈറ്റ് ചെയ്തത്. പക്ഷേ അവിടെ കഷ്ടമല്ല യോബിൻ്റെ ഹൈലൈറ്റ് ചെയ്തത്. ആ കഷ്ടം സഹിച്ചു, പക്ഷേ ആ കഷ്ടത്തിന് ശേഷം വന്ന ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ഒരു അവസാനം, അത് നിങ്ങൾ ഓർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തിനായിട്ട് ദൈവം ഈ കഷ്ടങ്ങൾ അനുവദിക്കുന്നു? എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഈ കഷ്ടത്തിലൂടെ പോകുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ പ്രയാസത്തിൽ, മറ്റാർക്കും ഈ രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല, ഈ രക്ഷിക്കപ്പെട്ട അന്ന് തുടങ്ങി എൻ്റെ കഷ്ടം എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളോടൊരു വാക്ക് ദൈവത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ അതെന്തിനാണെന്നറിയാമോ? സഫറിങ് ക്യാൻ ഇൻക്രീസ് ഗോഡ്സ് പവർ ഇൻ അസ്. എന്നിൽ ദൈവശക്തി വർദ്ധിപ്പിക്കുവാൻ ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ അത് കാരണമായി തീരും. അത്ര പേര് അതിനൊരു ആമേൻ പറയും. മൈമിങ് അല്ല, ആമേൻ. ഒരു ശബ്ദം പുറത്തു വരുന്നത് നല്ലതാണ്. ആമേൻ. ഓ സ്തോത്രം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടം നമ്മളിൽ ദൈവശക്തി പ്രവർത്തിക്കുവാൻ ഇടയാവും. ദൈവശക്തി എനിക്ക് വേണം, എനിക്ക് തരണം കർത്താവേ നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് ഓർത്തോണം. ആ ദൈവശക്തി വേണമെങ്കിൽ അതിനു മുമ്പ് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്യണം. ദാവീദ് എന്ന് പറയുന്ന മറ്റൊരു സങ്കീർത്തനം, 102-ാം സങ്കീർത്തനം 23-ാം വാക്യം, Psalm 102:23, 102-ാം സങ്കീർത്തനം 23-ാം വാക്യം. അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു. ഹി വീക്കൻഡ് മൈ സ്ട്രെങ്ത് ഇൻ ദ വേ. ഇത് നമ്മൾ പലപ്പോഴും അർത്ഥം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തോട് തൻ്റെ ശക്തിക്കായിട്ട് നമ്മൾ അപേക്ഷിച്ചാൽ അവൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും: ഡു യു റിയലി മീൻ ഇറ്റ്? എൻ്റെ ശക്തി നിനക്ക് ശരിക്കും വേണോ? ഇഫ് യു ആർ വില്ലിംഗ് ടു ബി റിഡ്യൂസ്ഡ് ടു വീക്ക്നെസ്, നീ തീർത്തും അശക്തനാകാൻ നീ മനസ്സുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ്, അതായത് തീർത്തും അശക്തനാകുക എന്നുള്ള അർത്ഥം എന്താ? തീർത്തും കർത്താവിൽ മാത്രം ആശ്രയിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് അല്പമെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ബലം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബലത്തിൽ നമ്മളിങ്ങനെ പിടിക്കും, ആ ശക്തിയിൽ ഞാനിങ്ങനെ പിടിക്കും. പക്ഷേ അതും കൂടെ അങ്ങ് പോയി കിട്ടിയാൽ ദൈവത്തിൽ മാത്രം പിടിക്കും. എത്ര പേര് അതിനൊരു ആമേൻ പറയും അല്ലേ? അപ്പം ദൈവശക്തി എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ തീർത്തും അശക്തനാവുമ്പോഴാണ്. ഇന്ന് നിങ്ങൾ ഈ ഒരു സത്യം നിങ്ങളിന്ന് മനസ്സിലാക്കി പോകണം. എല്ലാവരും ചെന്ന് കുറേ ബഹളം വെച്ചാൽ ദൈവശക്തി ഇങ്ങ് വരുമോ നമ്മൾ ചിന്തിക്കുന്ന അല്ല. അങ്ങനെ ദൈവശക്തി കൊടുക്കുന്നില്ല ദൈവം എവിടെയാണ്, ആർക്കാണ് ശക്തി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ തീർത്തും അശക്തനാകുന്നവർക്കാണ് ഈ പറഞ്ഞ ദൈവശക്തി കൊടുക്കുന്നത്. ഉദാഹരണം നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. 7-ാം വാക്യം തൊട്ട് പറയുക: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. സാത്താൻ്റെ ദൂതനെ ഈ പറഞ്ഞ പോലെ ആ ജോലി ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു ദൈവം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ കുത്താൻ ദൂതനിലൊരാൾ അയച്ചാൽ പോരെ? തൻ്റെ നല്ല ദൂതന്മാർക്ക് കുത്തുന്നതല്ല ജോലി, അതാരെയാ? സാത്താൻ്റെ ദൂതനെയാണ്. അപ്പോൾ ഒരു സാത്താൻ്റെ ദൂതനെ ഏൽപ്പിച്ചു. അവനിങ്ങനെ പൗലോസ് പുറകിന് പുറകെ നടക്കുക. എല്ലാം ചോദിക്കും, എവിടെ പോടെ? ഞാൻ ഇങ്ങനെ എന്തോ ജോലി? കുത്താൻ അല്ലേ? ഇതുപോലെയൊക്കെ നമ്മളെ കുത്താൻ വേണ്ടി സാത്താൻ്റെ ദൂതനെയൊക്കെ ചിലപ്പം ദൈവം അയച്ചെന്നിരിക്കും. പക്ഷേ എന്തിനാണെന്നറിയാം അയക്കുന്നത്? ശിക്ഷിക്കുകയല്ല പൗലോസിനെ. കാരണം ഈ പറഞ്ഞ പോലെ ദൈവത്തിനറിയാം പൗലോസ് ആരാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്കിച്ചിരി ഈ വെളിപ്പാടുകളൊക്കെ ദൈവം തന്നൊരിക്കൽ 3-ാം സ്വർഗത്തോളമൊക്കെ പോയ ആളൊക്കെയാണ്. എനിക്കൊത്തിരി മറ്റു അപ്പോസ്തലന്മാർക്ക് കിട്ടാത്ത പല വെളിപ്പാടും ദൈവം എനിക്ക് തന്നു. ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ള എനിക്കല്ലേ എന്നെ അറിയാവൂ. ഞാൻ അറിയാതെ കയറിയൊന്ന് നിഗളിക്കാൻ സാധ്യതയുണ്ട്. ഈ ഞെളിഞ്ഞ് ഇങ്ങനൊന്ന് കോളറൊന്ന് പിടിക്കുമ്പോൾ ഒരു കുത്ത്. അപ്പോൾ എന്ത് ചെയ്യും? മനസ്സിലായി അല്ലേ? ഇതുപോലെ നമ്മളെ ഞെളിയാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കാര്യം നമ്മൾ ഞെളിയുമ്പോൾ ഞാൻ എൻ്റെ ശക്തിയിലാണ് ഞെളിയുന്നത്, ഞാൻ എൻ്റെ ജ്ഞാനത്തിലാണ് അല്ലേ, എൻ്റെ അച്ചീവ്മെൻറ്റിലാണ് ഞാൻ ഞെളിയുന്നത്, എൻ്റെ ഇൻഫ്ലുവൻസസ് ഇതിലൊക്കെ ആയിരിക്കും ഞാൻ ഞെളിയുന്നത്. പക്ഷേ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അതെത്ര വലിയ ദൈവദാസനായാലും ആരായാലും ദൈവം ഒരു കുത്ത് തരും. പക്ഷേ ആ കുത്ത് തരുന്നത് നമ്മളെ ശിക്ഷിക്കുകയല്ല, ദൈവത്തിൻ്റെ കരുണയാണ് ആ ശിക്ഷയെന്ന് ഓർത്തോണം. അവസാനം ഈ ശൂലം ഒന്ന് മാറിക്കിട്ടണമെന്ന് 3 പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ്. പക്ഷേ കർത്താവ് ഉത്തരം കൊടുത്തോ ചോദിച്ചു? ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ഉത്തരം? 9-ാം വാക്യം, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. ശൂലം അങ്ങ് വിടാം, എൻ്റെ ഡയബറ്റീസ് ഒന്ന് മാറ്റിത്താ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഡയബറ്റീസ് രോഗികളിവിടെ ഉണ്ടോ?
എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ BP എന്താ കർത്താവേ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ കൈ എന്താ ഒരു കൈ മാത്രം ഇങ്ങനെ നീര് വെച്ചിരിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താണ് കർത്താവേ എനിക്കിങ്ങനെ കൂടെ ഒരു സ്റ്റോണിൻ്റെ വേദന? നമ്മൾ ഓരോ ശൂലവും മാറാൻ വേണ്ടി നമ്മൾ അപ്പോഴപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയും ഇതുവരെ കർത്താവ് അതിന് ഉത്തരം തന്നില്ല. തന്നു. ഏതാ ഉത്തരം? എൻ്റെ കൃപ നിനക്കുണ്ട് മോളെ, അത് പോരെ. ഇനി പറ, നിങ്ങൾക്ക് ആ ശൂലം മാറ്റി കിട്ടണമായിരുന്നോ? ദൈവകൃപ മതിയായിരുന്നോ? ദൈവകൃപ അനുഭവിച്ചവരുണ്ടല്ലോ, വേറെ ഒന്നും മാറ്റി കിട്ടിയില്ലെങ്കിലും സാരമില്ല, ദൈവകൃപ മതി. ഇന്ന് ഈ ഉച്ച സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നിങ്ങൾ ചിലരോട് സംസാരിക്കുക. മോനെ, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടില്ല. മോളെ, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടില്ല. ഞാൻ നിനക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. നിന്നെ ഞാൻ കൃപയാൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം ഓടിച്ചെന്ന് ഒന്നാമത്തോ രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ എടുത്തു. ഏതാ? കോവിഡ് കഴിഞ്ഞപ്പോൾ, അല്ല കോവിഡ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ എന്തായി? എടുത്ത നമ്മളെല്ലാം മണ്ടന്മാരായി. ഇപ്പം പറയുന്നു അതെല്ലാം കുഴപ്പമായിരുന്നു അല്ലേ? എടുക്കാത്തവർ ഭാഗ്യവാന്മാർ. രണ്ടെണ്ണം ഞാനും എടുത്തു, 2 വട്ടം കോവിഡും വന്നു. അത്രയും മതിയല്ലേ അല്ലേ? ഇപ്പം എടുക്കാത്ത കുറവും വേണ്ട, ഇനി കോവിഡ് വരാത്ത കുറവും വേണ്ട. ഇതൊക്കെയാണ് സത്യം. ദിസ് ഇസ് ദ റിയാലിറ്റി. അപ്പം അതിൻ്റെ അർത്ഥം, പക്ഷേ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, നിങ്ങളും ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവകൃപ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ അല്ലേ? നമ്മളെക്കാളും എത്രയോ ബലമുള്ളവർ, എത്രയോ നന്നായി ശാസ്ത്രം അറിയാവുന്നവരൊക്കെ വിട്ടുപോയി. അവർ പെട്ടെന്ന് വീണ് മരിച്ചു. പക്ഷേ നമ്മൾ ഇന്നും ജീവനോടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൃപ. അപ്പം നമ്മൾ ചോദിച്ചതുപോലെയല്ല ദൈവം പലപ്പോഴും ഉത്തരം തന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേക്കണം അല്ലേ? അതുകൊണ്ട് എന്തു പറ്റി? 9-ാം വാക്യം, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? മൈ സ്ട്രെങ്ത് ഷോസ് ബെസ്റ്റ് ഇൻ വീക്ക്നെസ്. ചില മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് വർക്ക്സ് ബെസ്റ്റ് ഇഫ് ടേക്കൺ ഇൻ എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വെറും വയറ്റിൽ ഈ ഗുളിക കഴിച്ചാൽ നല്ലത്. ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാം, പക്ഷെ വെറും വയറ്റിൽ കഴിച്ചാലാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ദൈവശക്തി എന്നിൽ ശരിക്കും എനിക്ക് അനുഭവിച്ച് കാണണമെങ്കിൽ ബെസ്റ്റ് എപ്പോഴാണെന്നറിയാമോ? ബലഹീനമായിരിക്കുമ്പോഴാണ് ആ ദൈവശക്തി വെളിപ്പെടുന്നത്. ഇന്ന് നമ്മളിൽ തന്നെ അങ്ങ് നിറഞ്ഞിരിക്കുക, നമ്മളങ്ങ് ബലപ്പെട്ടിരിക്കുക. എന്നിട്ട് ദൈവശക്തിയും കൊണ്ട് ദൈവം വരുമ്പോൾ ഇതിലെവിടെ ഒഴിക്കാൻ? ഫുള്ളല്ലേ? നിങ്ങൾ കാറ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് അടുത്ത പമ്പിൽ കൊണ്ടിട്ട് ഫുള്ള്, അവിടെ അവൻ മറ്റേ തുറന്നപ്പോഴേ ചാടുന്നു. സാറേ ഇതിനകത്ത് എവിടെ അടിക്കാം? ഫുള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടിരിക്കുക ദൈവസന്നിധി വന്ന്. പിന്നെ ദൈവം എവിടെ കൃപ തരാനാ? എവിടെ ദൈവശക്തി തരാനാ? ആട്ട് എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ കാറിൻ്റെ കരി ഓയിൽ ഊരിവിടുന്ന ഒരു നട്ടുണ്ട് അടിയിൽ, അതൊന്ന് ഊരിവിട്ടാൽ ഷൂ എന്നും പറഞ്ഞു ഡ്രെയിൻ ചെയ്ത് അങ്ങ് പോവും. ഇതുപോലെ നമ്മളെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ദൈവസന്നിധി വന്നാൽ അതാണ് ടോട്ടൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ എങ്കിൽ മാത്രമേ കർത്താവേ ഇനി എനിക്ക് ഒരു തുള്ളി ശക്തി എനിക്കില്ല, എനിക്കിനി അടുത്ത നിമിഷം ജീവിക്കണമെങ്കിൽ, എനിക്ക് ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിൻ്റെ കൃപ വേണം എന്ന പോലെ ഒരു സ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പക്ഷെ ചിലപ്പോഴെങ്കിലും ദൈവം അത് അനുവദിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവം അനുവദിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്നും കൃപയിലൊക്കെ നിൽക്കുന്ന ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്നേ വീണ് പോയനെ ഒരർത്ഥത്തിൽ അല്ലേ? ഇനി ഈ ഒരു കഷ്ടത്തിലൂടെ ദൈവം നമ്മളെ ദൈവശക്തി കിട്ടാനാണ് കഷ്ടതയെന്ന് ഞാനിപ്പം പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞേക്കാം. അഫ്ലിക്ഷൻ സെപ്പറേറ്റ്സ് ദ ചോസൻ ഫ്രം ദ കോൾഡ്. നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാണ്. മത്തായി 22:14 എന്താ പറയുന്നത്? വിളിക്കപ്പെട്ടവർ അനേകർ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പക്ഷേ ഈ ഒത്തിരി പേര് ഇപ്പം മിലിറ്ററി ചേരാൻ വേണ്ടി പാങ്ങോട്ടി എന്നാലറിയാം, ഉള്ള ചെറുപ്പക്കാരന്മാർ മുഴുവൻ വന്ന് അവിടെ ക്യൂ നിൽക്കുക. ഈ മിലിറ്ററി ആളെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വലിയ ക്യൂ. പക്ഷേ ആ വന്നവരെ എല്ലാം എടുക്കുമോ? ഇല്ല. അതേന്ന് കുറച്ച് പേരെ എടുക്കത്തുള്ളൂ. പക്ഷേ ആ കുറച്ച് പേരെ എടുക്കുമ്പം ഓർത്തോണം, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതെന്താണെന്നറിയാമോ? യെശയ്യാ 48:10. ഇന്നും വിളിക്കപ്പെട്ടവരാണെന്ന് നമ്മളെല്ലാവരും പറയും, പക്ഷേ വിളിക്കപ്പെട്ടാൽ പോരാ, തിരഞ്ഞെടുക്കപ്പെടണം. ആ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്തുവാ? ഇതാ, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്.
ഐ ഹാവ് ചോസൻ ദീ ഇൻ ദ ഫേർണസ് ഓഫ് അഫ്ലിക്ഷൻ. അതിനി ഞാൻ നിങ്ങളെ കൊണ്ട് ആമയും പറയിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾ വിചാരിക്കും നല്ലൊരു പ്രസംഗം കേൾക്കാൻ പള്ളിയിൽ വരുമ്പോൾ ഇയാൾ ഈ കഷ്ടതയുടെ പ്രവാചകനായിട്ട് വന്നിട്ട് ഞങ്ങളത് വായെടുത്തങ്ങ് ആമേനും കൂടെ പറഞ്ഞാൽ ഈ അതിലേ പോയത് എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അത് കയറി വരും. പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ചില ചിന്തകൾ അല്ലേ. വാ കൊണ്ട് ഞാൻ നെഗറ്റീവായിട്ട് കൺഫസ് ചെയ്താൽ കഷ്ടതയ്ക്ക് ഞാൻ ആമേൻ പറഞ്ഞാൽ കഷ്ടത എനിക്ക് വരും. ഇത് കഴിഞ്ഞ് ആർക്കെങ്കിലും കഷ്ടത വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ചില സാധനം മാനേജ്മെൻറ്റ് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ ഇനി കഷ്ടത വന്നാൽ പാസ്റ്ററും ലൈഫ് ഫെലോഷിപ്പ് ഉത്തരവാദിയല്ല, ദൈവവചന ഉത്തരവാദിയാണ്. കാര്യം വചനത്തിൽ പറയുന്നു ഐ ഹാവ് ചോസൻ യു ഇൻ ദ ഫേർണസ് ഓഫ് അഫ്ലിക്ഷൻ. നമ്മൾ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പഠിക്കുമ്പം നമുക്കറിയാം അവരെ ഓരോ വർഷവും ഗ്രേഡ് ചെയ്യും. ഇടയ്ക്ക് എത്ര പരീക്ഷയുണ്ട്? ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അവസാനത്തെ പരീക്ഷ അല്ലേ, ഫൈനൽ എക്സാം. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? എല്ലാ മാസവും ടെസ്റ്റ് പേപ്പർ വയ്ക്കുന്നത് ഗ്രേഡ് ചെയ്യുകയാണ് അല്ലേ. എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതിന് ഗ്രേഡ് ചെയ്തെങ്കിലേ അത് അടുത്തതിലേക്ക് പാസ് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഞാൻ അവൻ്റെ പൈതലാണെങ്കിൽ, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഒന്ന് ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്രേഡിങ്ങിനാണ് നമ്മൾ പരീക്ഷ എന്നത്. സ്കൂളിലും പരീക്ഷ എന്നല്ല പറഞ്ഞു, വേറെ വല്ല പേരുണ്ടോ അവന്? പരീക്ഷ എന്നല്ല പറയുന്നത്. എടാ, സ്കൂളിൽ നമ്മുടെ പിള്ളേരെ നമ്മൾ ഇത്രയും പരീക്ഷയിലൂടെ കടത്തിവിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഒന്ന് പരീക്ഷയിലൂടെ കടത്തിവിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തതിൽ വല്ല തെറ്റുമല്ലോ ഉണ്ടോ? അല്ലേ? ഈ ഒരു സിമ്പിൾ തിയോളജി നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നു. ഹി ടെസ്റ്റ് മൈ പെർഫോമൻസ് ഇൻ ദ ഫേർണസ് ഓഫ് അഫ്ലിക്ഷൻ. കഷ്ടതയുടെ ചൂളയിലാണ് എൻ്റെ പെർഫോമൻസ് എൻ്റെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് പേപ്പറും പേനയും കൊടുത്ത് അവരെ ടെസ്റ്റ് ചെയ്യുന്നു. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ദൈവം ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. കഷ്ടതയുടെ ചൂളയിലൂടെ എന്നെ കടത്തിവിട്ട് എന്നെ പരിശോധിക്കുന്നു. അതിനൊരു ആമേൻ പറയാമോ? മൈ റെസ്പോൺസ് ടു ട്രയൽസ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് ഈസ് ഗ്രേഡഡ്. ഈ കഷ്ടതയിൽ ഞാനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കുറിച്ച് വയ്ക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ എഴുതി എന്നുള്ളതാണല്ലോ ടീച്ചർ നോക്കി മാർക്കിടുന്നത്. അതുപോലെ എൻ്റെ കഷ്ടതയല്ല മാർക്കിടുന്നത്, ആ കഷ്ടതയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ദൈവം മാർക്കിടുന്നുണ്ട്. അതിനൊരാമയം പറയാമോ? God observes how I react to heavy pressure and difficult situations. വലിയ സമ്മർദ്ദം, വളരെ ഡിഫിക്കൽട്ടായ സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ കടത്തി വിടുമ്പം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. നേരത്തെ റെസ്പോണ്ട് ചെയ്യുന്നു പറഞ്ഞു, ഇപ്പം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് ദൈവം നോക്കുന്നു. എന്നിട്ടാണ് മറ്റേ ഏതായിരുന്നു എ, ഇപ്പം ഏതായി A+ അല്ലേ? സാധു കൊച്ചു കുഞ്ഞു ഉപദേശി എങ്ങനെ റെസ്പോണ്ട് ചെയ്തതും റിയാക്ട് ചെയ്തതും. തൻ്റെ മകൻ മരിച്ചു. ഇപ്പം എല്ലാവരും നോക്കി ഉപദേശി എന്തോ പറയും? സ്നേഹവാനായ ദൈവത്തെപ്പറ്റി ഉപദേശിച്ച് പ്രസംഗിച്ചല്ലോ. ഇപ്പം എന്തോ പറയും? ദോഷമായിട്ടെന്നോടൊന്നും ഓടൻ A+ ഇട്ട് കഴിഞ്ഞവിടെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ ടെസ്റ്റും ട്രയലും സഫറിങ്ങും അഫ്ലിക്ഷനും എല്ലാം ഒരു ഗ്രേഡിങ്ങിന് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് A++ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. നമ്മളെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിച്ച ആ ചില പരീക്ഷയിൽ എത്ര പ്ലസ് നമ്മൾ മേടിച്ച് പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാം ബിയും B+ അവസാനം C ഉണ്ടോ എനിക്കറിയത്തില്ല. നമ്മൾ മലയാളത്തിൽ പറയും തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിശ്വാസ സമൂഹം തോറ്റ് തൊപ്പിയിട്ടിരിക്കുക. കാര്യം എന്താ? ഒരു പരീക്ഷ അങ്ങോട്ട് വിടുമ്പം നമ്മളത് പാസ്സാവുന്നില്ല. നമ്മുടെ റിയാക്ഷനും നമ്മുടെ റെസ്പോൺസും ദൈവം ഉദ്ദേശിച്ചതല്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ സഹോദരങ്ങൾ കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ പോകുന്നെങ്കിൽ ഇന്ന് വചനപ്രകാരം മനസ്സിലാക്കിയോ, ആ കഷ്ടതയിലും ദൈവത്തിൻ്റെ കൃപയുണ്ട്. അതാണ് ഒന്നാമത്തെ ധൈര്യം. 2, ആ കഷ്ടതയിലൂടെ പോകുമ്പോൾ ദൈവകൃപ ദൈവശക്തിയായ എൻ്റെ ഉള്ളിൽ വരുന്നു. എന്നിട്ട് ആ ശക്തി മറ്റുള്ളവർ കാണത്തക്കവണ്ണം ദൈവം അത് മഹത്വകരമാക്കിയെടുക്കും. നിങ്ങളെക്കൊണ്ട് എങ്ങനെ പറ്റുന്നത്? ഞങ്ങളെക്കൊണ്ടൊന്നും ഇങ്ങനെ പറ്റത്തില്ല. ഇത്രയും കഷ്ടത്തിൽ കൂടെ പോയിട്ടും എങ്ങനെ നിങ്ങൾ ചിരിക്കുന്നു? എങ്ങനെ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു? എങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു? ലോകമനുഷ്യർക്ക് അത് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെ സാക്ഷികളായ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ ഈ കഷ്ടതയിലും പാടുവാൻ,
നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ ശക്തിയിൽ പൂർണ്ണനാക്കുക. കണ്ണടയ്ക്കുമോ? ഞാൻ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൻ. അനേകർ വിളിക്കപ്പെട്ടു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കുഞ്ഞാടിനോടുകൂടെ അവസാനത്തൊരു വലിയ യുദ്ധമുണ്ട് അല്ലേ? മൃഗവും ഈ പറഞ്ഞ പോലെ 10 രാജാക്കന്മാരും കൂടെയൊക്കെ വന്ന് വലിയൊരു യുദ്ധം നടത്തുമ്പം കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുന്നൊരു കൂട്ടരുണ്ട്. അവരിൽ പറയുന്നൊരു ക്വാളിറ്റിയാണ് ദ ചോസൻ വിൽ ബി വിത്ത് ദ ലാംബ്. അങ്ങനെയെങ്കിൽ അന്ന് യേശുവിനോട് കൂടെ ഒരു അന്തിമ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ തൻ്റെ കൂടെ യുദ്ധവീരരായി ചിലരെ കൂടെ താൻ കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ദൈവമക്കൾ, ആ കൂട്ടത്തിൽ പെടുന്നതാണ് ദൈവസഭ. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട. അല്ലാതെ വി ആർ നോട്ട് കോൾഡ് ടു ബി വിക്ടിംസ്, ഇൻസ്റ്റെഡ് വി ആർ കോൾഡ് ടു ബി വിക്ടേഴ്സ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, താങ്ക്സ് ബി ടു ഗോഡ് ഹു ലീഡ്സ് മീ ഇൻ ട്രയംഫന്റ് വിക്ടറി. എന്നെ നാൾതോറും ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ജയോത്സവം, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഈ സഭയിലും ആ ജയത്തിൻ്റെ ഘോഷം, ആ ഉല്ലാസത്തിൻ്റെ ഘോഷം ഒന്ന് ഉയരണം. അതെന്നാണ്? കാഹളം കേട്ടിട്ടല്ല പ്രിയപ്പെട്ടവരെ. അതിന് മുമ്പേ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെയും നമുക്കൊരു ജയത്തിൻ്റെ ഘോഷമുണ്ട്, അവിടെയും നമുക്കൊരു ഉല്ലാസത്തിൻ്റെ ഘോഷമുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവേ, കേൾപ്പിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ആ വചനം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നല്ല ഹൃദയത്തിൽ സംഗ്രഹിപ്പിച്ച് തക്ക സമയത്ത് ഫലം കൊടുക്കുവാൻ, 30, 60, 100 മേനിയായി ഫലം കൊടുക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.